ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ദയാവായ്പ് അർഹിക്കുന്ന ഒരു സംഭവവികാസത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഞങ്ങൾ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഇതിനു മുമ്പ് ദയനീയത തടം കെട്ടി നിൽക്കുന്ന ഈ കഥനകഥയുടെ ഒരു ഭാഗം ഞങ്ങൾ ഗൾഫ് ഫോക്കസിലൂടെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. തൃത്താല സ്വദേശി മൂസക്കുട്ടിയുടെ ജീവിത ദുരന്തം, ആശുപത്രിയിൽ നിന്നുള്ള അവസ്ഥയ്ക്ക് ശേഷമുള്ള മൂസക്കുട്ടിയുടെ ഇപ്പോഴത്തെ ജീവിതം, അതാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ പറയുന്നത്. തീർത്താലും തീരാത്ത കടബാധ്യതകളുടെ ഇരകളിൽ ഒരാൾ. വളരെ ചെറിയ നിലയിൽ നിന്നും വ്യാപാര ശൃംഖല സ്ഥാപിച്ച ഒരു പ്രവാസി മലയാളിയാണ് തൃത്താല സ്വദേശി മൂസക്കുട്ടി. 1994 അബുദാബിയിലെത്തി ഓഫീസ് ബോയിയായി ജോലി തുടങ്ങി. പിന്നീട് മിഡിൽ ഈസ്റ്റ് ട്രേഡിംഗ് എന്ന സ്ഥാപനം വളർത്തി വലുതാക്കി കോടീശ്വരനായി. (2003) മൂസക്കുട്ടി അബുദാബിയിൽ നിന്നും റാസൽ ഖൈമയിൽ എത്തിയത്. സ്വന്തമായ ബിസിനസ് തുടങ്ങിയതും സിമന്റ് ഉൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ വ്യാപാരം മൂസക്കുട്ടിയെ പെട്ടെന്ന് സമ്പന്നനാക്കി. അറിയപ്പെടുന്ന വ്യവസായിയായി ഉയർന്നു. യുവയുടെ വളർച്ചയ്ക്കൊപ്പം മൂസക്കുട്ടിയും വളർന്നു വലുതായി. തുടർച്ചയായ ചെക്ക് കേസുകളും ജയിൽ വാസവുമായി വർഷങ്ങളോളം ദുരന്തങ്ങളെ നേരിട്ടു. ജീവിതത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുമ്പോൾ വിധി വൈപരീത്യം. പാതി ജീവിതം ബാക്കിയാക്കി പക്ഷാഘാതം. നാട്ടിൽ ചെന്ന് ഭാര്യയും മക്കളെയും കണ്ടിട്ട് 11 വർഷമായി. കടബാധ്യതകളുടെ ഊരാക്കുടുക്കിൽ തളർന്നു വീണ മൂസക്കുട്ടിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയില്ല. മുന്നിൽ പ്രതീക്ഷകളൊന്നുമില്ലതാനും. അത് നമ്മളെ കമ്പനിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞു, ഇനി കടയിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെയും എൻ്റെ ഒരു അനിയനായിരുന്നു, അവനും കടയിലേക്ക് കയറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. കാരണം കുറേ പരസ്യമായൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നിയിട്ട് നമ്മളെ കടയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അതിനൊപ്പം 10-25 ആൾക്കാർ എനിക്കെതിരെ കേസ് കൊടുത്തു. കാരണം അവർ കടയിൽ നിന്ന് സപ്ലൈയാണ്, അവർക്ക് അതിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ പൈസ വേണം. കടയിൽ നിന്നാണെങ്കിൽ സ്പോൺസർ അന്ന് പറയണ്ട, കടയിൽ നിന്ന് നടത്തുന്ന അതിൽ നിന്ന് പൈസ എടുക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ അപ്പം മുതലാണ് ഒരു താഴ്ച ഉണ്ടായത്. ഔദ്യോഗിക രേഖപ്രകാരം മിഡിൽ ഈസ്റ്റ് ട്രേഡിംഗിൽ 51% ഉടമസ്ഥതയുള്ള സ്പോൺസർ എന്തോ ചില കാരണങ്ങളാൽ സ്ഥാപനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അതോടെ മൂസക്കുട്ടിയുടെ വളർച്ച ഇടിഞ്ഞു വീഴാനും തുടങ്ങി. വിതരണക്കാർക്ക് കമ്പനി നൽകാനുള്ള പണത്തിന് നൽകിയ ചെക്കുകൾ ഒപ്പുവെച്ചത് മൂസക്കുട്ടിയായിരുന്നു. കമ്പനിയുടെ ചെക്കുകൾ മടങ്ങാൻ തുടങ്ങി. മൂസക്കുട്ടി നാട്ടിൽ പോയിട്ട് 11 വർഷമായി. നിരവധി ചെക്ക് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ മൂസക്കുട്ടി 15 ലക്ഷം ദിർഹം സ്പോൺസർക്ക് നൽകാനുണ്ട്. ഇത് കോടതി വിധിയാണ്. 2015 വരെ അങ്ങനെ മൂസക്കുട്ടി വീണ്ടും ജയിലിലായി. ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്ക് മാത്രമല്ല, ജിബൂട്ടി തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റ് ട്രേഡിംഗ് എന്ന മൂസക്കുട്ടിയുടെ സ്ഥാപനം വളർന്നു. സ്ക്രാപ്പ്, മത്സ്യവ്യാപാരം മേഖലകളിലായി ബിസിനസ് പടർന്നു കയറി. അറിയപ്പെടുന്ന പ്രവാസി ബിസിനസ്സുകാരനായി മൂസക്കുട്ടി മാറി. എന്നാൽ ചീട്ട് കൊട്ടാരം പോലെയാണ് മൂസക്കുട്ടിയുടെ വാണിജ്യ ജീവിതം തകർന്നു വീണത്. 2015 മൂസക്കുട്ടി ജയിൽ മോചിതനായപ്പോൾ തീർത്തും ദരിദ്രനായി മാറിയിരുന്നു. ഒരു കോടീശ്വരന്റെ പതനം. 23 ആൾക്കാർ കേസ് കൊടുത്തു. അതിന് 22 ആൾക്കാരും ആ കേസ് പിൻവലിച്ചു. കാരണം അവർക്ക് തോന്നി കുറേ ആൾക്കാർ നാട്ടിലുണ്ടായിരുന്ന
സ്വത്തും ഇതെല്ലാം കൊണ്ടുവന്ന് പൈസ കൊണ്ടുവന്നു കുറേ ഞങ്ങൾ സെറ്റ് ചെയ്തു. കുറേ ആൾക്കാരോട് നമ്മൾ പറഞ്ഞു ഞങ്ങൾ സെറ്റ് ചെയ്യാം, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ അവരെന്നെ കേസ് കൊടുത്തവരെന്നെ പിൻവലിച്ചു. കാരണം ആദ്യം പ്രഷർ കൊണ്ട് കേസ് കൊടുത്തതാണ്. കേസ് കൊടുത്താൽ ഞാൻ പൈസ കൊണ്ടുവരും എന്നിട്ട് ഞാൻ സെറ്റ് ചെയ്യും എന്നുള്ള ധാരണ കൊണ്ട് കേസ് കൊടുത്തു പോയതാണ്. അങ്ങനെ ഓരോരുത്തരും പിൻവലിയ 1.5 കൊല്ലം പിടിച്ചു. അങ്ങനെ എല്ലാവരും 22 പേരും പിൻവലിച്ചു. പിന്നെ എപ്പോഴായി അസുഖം വന്നത്? അസുഖം വന്ന് ഇപ്പോൾ 8 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രഷർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മുന്നും ചെറുതായിട്ട് ഇതേപോലെ പ്രഷർ തലക്കടിച്ചിട്ട് എനിക്ക് കോമായതാണ്. അത് പെട്ടെന്ന് മാറി. പക്ഷേ ഇപ്പോൾ സംഭവിച്ച് കുറച്ച് ഓവറായിട്ട് ഈ പ്രഷർ തലക്കേറിയിട്ട് ഇതാക്കി. എനിക്ക് ആരത്തേക്കും ഒരിക്കലുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഉറങ്ങുമ്പോഴാണ്, അവിടെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ചെക്ക് ചെയ്തപ്പോൾ ആർട്ടൊക്കെയുണ്ടായി. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഒരു ഗവൺമെൻറ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ കുറച്ച് ഓവറായിട്ട് ഈ വലുതും തളർന്നു പോയി. കമ്പനിയുടെ ചെക്കുകൾ വിതരണക്കാരുടെ ബാങ്കുകളിൽ നിന്നും പണമില്ലാത്തതിനാൽ തിരിച്ചു വന്ന് തുടങ്ങി. അതോടെ കമ്പനിയെക്കുറിച്ചുള്ള ബിസിനസ് മേഖലയിലെ വിശ്വാസ്യത തകർന്നു വീണു. വണ്ടിച്ചെക്ക് കേസുകളിൽ മൂസക്കുട്ടി പ്രതിയായി. കമ്പനിക്ക് കിട്ടാനുള്ള ചെക്കുകൾ മൂസക്കുട്ടിയുടെ അക്കൗണ്ടിൽ വന്നതുമില്ല. സാമ്പത്തിക കേസ് തുടർച്ചയായി വന്നു. 4 തവണയായി 6 വർഷം മൂസക്കുട്ടി ജയിലിൽ കിടന്നു. ഇതിനിടയിൽ ഭാര്യയെയും മക്കളെയും ഗത്യന്തരമില്ലാതെ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചയക്കേണ്ടി വന്നു. ഏകദേശം 9 ലക്ഷം ദിർഹംസിൻ്റെ ബാധ്യത ഉണ്ടായിരുന്നു. ബാങ്ക് ആദ്യം പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. സുപ്രഭാതത്തിൽ വന്ന് പെട്ടെന്ന് ആ ബാങ്കിൻ്റെ ആ ബാധ്യത തീർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പെട്ടെന്ന് തീർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. കാരണം മാർക്കറ്റിൽ ഒരുപാട് 5-8 ലക്ഷം ദിർഹംസ് മാർക്കറ്റിൽ കിട്ടാണ്ടായിരുന്നു. പക്ഷെ അതുപോലെ ഷോപ്പിൽ ഒരുപാട് സ്റ്റോക്കായിട്ട് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഈ പൈസയൊക്കെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ മാർക്കറ്റിൽ കിട്ടാണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നുമല്ല, നിൻ്റെ പൈസ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടാനുള്ള പൈസയൊക്കെ ലാഭമാണ്, ഇവിടെ പൈസ എല്ലാം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആത്മവിശ്വാസം കൈവിടാതെ മൂസക്കുട്ടി മുന്നോട്ടേക്ക് പ്രയാണം ആരംഭിക്കുമ്പോൾ ഒരു പാർട്ട്ണറുമായി ചേർന്ന് പുതിയ വ്യാപാരം തുടങ്ങാനിരിക്കെ ഇക്കഴിഞ്ഞ മാർച്ച് 17-ാം തീയതി അത് സംഭവിച്ചു. പക്ഷാഘാതത്തിൻ്റെ പിടിയിലായി. വലതുവശം തളർന്നു. ജീവിതം ഇരുട്ടിലായി. ആശുപത്രി കിടക്കുകളിൽ നിസ്സഹായരായി കിടന്ന ദിനരാത്രങ്ങൾ, ദിവസങ്ങളല്ല മാസങ്ങൾ തന്നെ ഷാർജ, കുവൈറ്റ് ആശുപത്രിയിൽ മൂസക്കുട്ടി നിസ്സഹായനായി കിടന്നു. പരസഹായമില്ലാതെ ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ. സംസാരശേഷി നഷ്ടപ്പെട്ടു. ആരും കൂടെ ഉണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്നും വിസിറ്റിന് വന്ന സഹോദരൻ ഹൈദർ മാത്രം സഹായി. ഇപ്പോൾ മൂസക്കുട്ടി കഴിയുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നൽകിയ സഹായം കൊണ്ട് മാത്രം. കുടുംബമാണെങ്കിൽ വാടക വീട്ടിൽ. മകളുടെ കല്യാണം നടക്കാനുണ്ട്. 2 മക്കൾ പഠിക്കുന്നു. മൂസക്കുട്ടി ഇതാ ഇങ്ങനെ. മൂന്ന് തവണയായി സന്ദർശക വിസയിലെത്തിയ സഹോദരൻ ഹൈദറിൻ്റെ ഒടുവിലത്തെ വിസയുടെ കാലാവധി ഈ മാസം 30-ന് അവസാനിക്കും. പിന്നെ മൂസക്കുട്ടിക്ക് തുണയായി ആരുമുണ്ടാവില്ല. പക്ഷാഘാതത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത മൂസക്കുട്ടി നിസ്സഹായതയുടെ ഇരുട്ടിലേക്ക് മാറുകയാണ്. ഞാൻ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നതാണ്. 3 തവണയായി വിസിറ്റ് എടുത്ത് വരുന്നത്. ഇപ്പോൾ 3ാമത്തെ തവണയാണ്. ഇപ്പോൾ നവംബർ 30-നുള്ളിൽ വീണ്ടും നാട്ടിൽ പോകണം. ഒരാളില്ലാത്തൊരു സാഹചര്യം ഇപ്പോൾ അവൻ്റെ വിഷമം കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ഇനി അവനക്ക് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ സ്പോൺസർ ഈ ജ്യേഷ്ഠനെതിരായിട്ടുള്ള ട്രാവൽ ബാൻ നീക്കം ചെയ്യണം. നാട്ടിലേക്ക് പോകാൻ ഇന്ത്യൻ കോൺസുലേറ്റ് അനുമതി പത്രം നൽകി കഴിഞ്ഞു, എമർജൻസി സർട്ടിഫിക്കറ്റ്. പക്ഷേ കോടതി വിധി പ്രകാരം സ്പോൺസർക്ക് 15 ലക്ഷം ദിർഹം നൽകിയാലേ മൂസക്കുട്ടിക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ ജയിൽ ശിക്ഷ കഴിഞ്ഞു, പക്ഷേ തുക കൊടുത്തിട്ടില്ല. കോടതി വിധിയാണ്, കൊടുത്തേ പറ്റൂ. ഇതൊരു സങ്കീർണമായ പ്രശ്നം തന്നെയാണ്. സഹോദരൻ ഹൈദർ നാട്ടിലേക്ക് പോയാൽ പിന്നെ മൂസക്കുട്ടി എങ്ങനെ ജീവിക്കും? 15 ലക്ഷം ദിർഹം, ഏകദേശം 2.25 കോടി രൂപ എങ്ങനെയാണ് മൂസക്കുട്ടി സ്പോൺസർക്ക് നൽകുക?
ഈ തുക നൽകിയാലേ മൂസക്കുട്ടിക്ക് UAE-യിൽ നിന്നും നാട്ടിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. എൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. 7 ലക്ഷം എന്ന് പറഞ്ഞ് അന്ന് തന്നെ ഓരോ 1 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും 50,000 കേസുകളുണ്ട്. അതെന്നെ കൊടുക്കാൻ പറ്റായിട്ടാണ്. ആപ്പമില്ലാത്ത ഞാൻ എങ്ങനെ 7 ലക്ഷം കൊടുക്കും? ഇതാണ് വസ്തുത. മൂസക്കുട്ടിയുടെ ദുരന്തത്തിന് സ്വയം ഉത്തരവാദിയാണോ മൂസക്കുട്ടി, അതോ മറ്റാരെങ്കിലുമാണോ ഇതിന് പിന്നിലുള്ളത്? ഇത് ചോദ്യമാണ്. പക്ഷേ ഒരു പ്രവാസി മലയാളി 11 വർഷമായി നാട്ടിൽ പോകാതെ ഒടുവിൽ പക്ഷാഘാതത്തിൽ നിസ്സഹായനായി കഴിയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. മൂസക്കുട്ടിയുടെ വ്യാപാര ജീവിതം ഒരു ചൂണ്ടുപലകയായി പ്രവാസി മലയാളികൾക്ക് മാറേണ്ടതുണ്ട്. 51% മറ്റൊരാൾക്ക് നൽകപ്പെടാനുള്ള അവസ്ഥയിൽ ചെക്കുകൾ മടങ്ങിയാലുള്ള പ്രതിസന്ധിയിൽ എല്ലാം ശ്രദ്ധയോടെ വേണം എന്ന മുന്നറിയിപ്പാണ് മൂസക്കുട്ടിയുടെ ജീവിതം നമുക്ക് നൽകുന്നത്. ആർട്ട് ഫോക്കസിൽ ഇന്നത്തെ അതിഥി മധുരിമ. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ മധുരിമ യഥാർത്ഥത്തിൽ ഒരു സംഗീത കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അമ്മ അച്ഛൻ ഒക്കെ തന്നെ പാടും. ഇപ്പോൾ അടുത്ത കാലത്ത് 2 ആൽബം വളരെ പ്രശസ്തമായി കഴിഞ്ഞു. അത് ഗൂഗിളിൽ 10,000-കണക്കിന് അല്ലേ, 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വിസിറ്റ് ചെയ്തത്. അതൊരു വലിയൊരു ഹിറ്റായി, സൂപ്പർ ഹിറ്റ്. അതുകൊണ്ട് തന്നെ UAE-യിലെ ദുബായിലെ ഈ ഗായിക, വളർന്നു വരുന്ന ഗായിക എന്നല്ല, വളർന്നു കഴിഞ്ഞു അല്ലേ ഗായിക, പുതിയൊരു ചുവടുവെപ്പിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള ശ്രമത്തിലാണല്ലേ ആണ്. ഏതായാലും നമുക്ക് ഈ ഗായികയെ പരിചയപ്പെടാം. അതുപോലെ തന്നെ മധുരിമയുടെ ഗാനങ്ങളിലേക്ക് മധുരത്തോടു കൂടി പോവുകയും ചെയ്യാം അല്ലേ. അപ്പോൾ ഇപ്പോൾ വളരെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട, യൂട്യൂബിൽ കണ്ട പാട്ട് ഏതാണ്? ദുബായ് അവറോൺ സ്കൂളിൽ 11th പഠിക്കുന്നു. അപ്പോൾ ഇത് ഈ വരികൾ ആരാ എഴുതിയത്? വരികൾ എഴുതിയത് ബി സീതാലക്ഷ്മി അമ്മ എഴുതിയത്. മ്യൂസിക്കോ? മ്യൂസിക് ഓക്കെ രവിശങ്കർ അങ്കിൾ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇത് ആൽബമായിട്ട് വന്നു അല്ലേ? അപ്പോൾ എത്ര ഹിറ്റ് കിട്ടി? കുറെ കിട്ടി. ഓക്കെ. അപ്പോൾ ഈ സംഗീതം ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ചെറുതാകുമ്പം കുറച്ച് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ഏതാ? കർണാടിക് കുറച്ച്. ഹിന്ദുസ്ഥാനി പഠിച്ചില്ല? ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം ഭാഷയിൽ പാടിയിട്ടുണ്ട്? പറ്റുന്ന എല്ലാ ഭാഷയും പാടിയിട്ടുണ്ട്. നല്ല ഭാഷ പാടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ ഏതാ? മലയാളം തന്നെ? തമിഴ് നല്ല രസമല്ലേ? ഹിന്ദിയോ? നല്ല പാടും. തമിഴിന്റെ വരികൾ അറിയോ? തമിഴ് വരികൾ യഥാർത്ഥത്തിൽ മനസ്സിലാവും ചിലപ്പോ അല്ലേ? ഹിന്ദിയോ? ഹിന്ദി പിന്നെ സ്കൂളിൽ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ തന്നെ ആസ്വദിച്ച് പാടുകയല്ലേ? ആസ്വദിച്ച് പാടുന്നു. അപ്പോൾ ഏത് രാഗമാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പാടാൻ സൗകര്യം ഇഷ്ടവും? അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല, പക്ഷെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എങ്കിലും ഈ കല്യാണി രാഗത്തിനല്ല കൂടുതൽ പാട്ടുകൾ മലയാള സിനിമയിലൊക്കെ എഴുതുന്നത് അല്ലേ. ഇതിന് പുറമെ വേറൊരു ആൽബം ഏതാ വന്നത്? വേറൊരു ആൽബം ചെറുകോണത്തമ്മ ഗീതങ്ങൾ. അതാരാ എഴുതിയത്? അത് സുനിൽ പ്ലാമോഡ് എന്ന് പറഞ്ഞു. ഓക്കെ. മ്യൂസിക് ഓക്കെ രവിശങ്കർ അങ്കിൾ. ഓക്കെ. അനുഗ്രഹമായി ആദിപരാശക്തി ഭദ്രകാളി അരികിലെത്തുന്നോർക്കനുഗ്രഹമായി ആദിപരാശക്തി
ഭക്തിഗാനങ്ങളടക്കം 3 സംഗീത ആൽബങ്ങൾ ഓണപ്പാട്ടുകൾ. ഇതിൽ ഓണപ്പാട്ട് ആൽബമായ ഒരു ചെല്ല ചെറുകിളിയെ എന്ന ഗാനം യൂട്യൂബിൽ സൂപ്പർ ഹിറ്റായി. ഏകദേശം 10 ലക്ഷത്തോളം ആസ്വാദകരാണ് ഈ ഗാനം യൂട്യൂബിലൂടെ കേട്ടത് കണ്ടത്. ഒരു പ്രവാസി ഗായികക്ക് അഭിമാനിക്കാവുന്ന മഹത്തായ നേട്ടം കൂടിയാണിത്. മലയാളം, അറബ് ഭാഷ, പിന്നെ തമിഴ്, ഹിന്ദി അങ്ങനെയൊക്കെ പോയി. അല്ലാതെ വേറെ ഭാഷയിൽ പാടിയിട്ടുണ്ടോ? ഇതില് മറാഠി പാടും, നേപ്പാളി പാടും. നേപ്പാളി ട്രൈ ചെയ്തിട്ടില്ല, നോക്കാം. ഓക്കെ. സംസ്കൃതം അറിയോ? ആ, പാട്ടറിയാം. പാട്ടറിയാം. സംസ്കൃതത്തിൽ പാടിയിട്ടുണ്ടോ? ആ, ഒരു പാട്ട് പാടും. അപ്പം അതും ആ മേഖലയിൽ കൈവച്ചല്ലേ, സംസ്കൃത ഭാഷയിലും. ഈ ഭാഷ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലേ. ഏത് മൂവിയാണ് സാധാരണ കാണാറ്? മലയാളം, ഹിന്ദി, തമിഴ്. തമിഴ്. ഏത് മൂവിയാണ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, മൂവി അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടമൊന്നുമില്ല. ഓക്കെ. സിനിമയിൽ പാടാൻ താല്പര്യവും അതിലേക്ക് പ്രവേശിക്കാനുള്ള താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടായിട്ട് വരുമായിരിക്കും. ഓക്കെ. അപ്പം നമുക്ക് സംസ്കൃതത്തിൽ ഒരു പാട്ടാവും അല്ലേ? गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणातीताय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गणेशानाय बालचन्द्राय श्रीगणेशाय धीमहि. ഇനി എന്തൊക്കെയാണ് അടുത്ത പരിപാടി, പ്രൊജക്റ്റ് എന്തൊക്കെയാണ്? ഇനി ഒരു ആൽബം കൂടെ റിലീസ് ആവാനിരിക്കുന്നുണ്ട്. അത് അതിൽ പി ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് പാടിയിട്ടുണ്ട്. അത് ഗംഭീരല്ലേ? അതിൻ്റെ വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയിട്ടുണ്ട്. പിന്നെ MT പ്രദീപ് കുമാർ, ദിനേശ് കൈപ്പള്ളി എഴുതിയിട്ടുണ്ട്. പി ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ പാടുക എന്ന് പറഞ്ഞത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് ഒരു ഹിന്ദി പാട്ടോടുകൂടി നമ്മുടെ ഈ തൽക്കാലം ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കാം. ഇനി വലിയൊരു ഗായികയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഓഫർ ചെയ്യാം കേട്ടോ. അപ്പം ഹിന്ദി പാട്ട്. ഓക്കെ. मुझको इरादे दे, कसमें देवा दे दे, मेरी दुआओं के इशारों को सहारे दे, दिल को ठिकाने दे, नए बहाने दे, ख्वाबों के बारिशों को मौसम के पैमाने दे, अपने करम की करदाए कर दे, इधर भी तू निगाहें सुन रहा है ना तू, क्यों रो रही हूँ मैं, सुन रहा है ना तू, क्यों रो रही हूँ मैं. ഭക്തിഗാനങ്ങളും ക്ലാസിക്കൽ സംഗീതവുമായി ഗാനാലാപനത്തിൻ്റെ ഉന്നത പടവുകൾ കയറുന്ന മധുരിമ മലയാളത്തിലെ മഹാനായ ഗായകൻ പി ജയേന്ദ്രനോടൊപ്പം മനോജ് കെ ജയനോടൊപ്പം പാടുന്നു. യുഎയിലെ വിവിധ വേദികളിലെ നിറസാന്നിധ്യം കൂടിയാണ് പ്രവാസികളുടെ ഈ സ്വന്തം ഗായിക. ധാരാളം ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെൻ്ററികളും ഗൾഫ് പ്രവാസികളിൽ നിന്നും ഉണ്ടാവുന്നു. ഇത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഏത് അവസരവും കിട്ടുമ്പോൾ ഗൾഫ് ഫോക്കസിലൂടെ അത് അംഗീകാരം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ എപ്പിസോഡിൽ ഒരു ഷോർട്ട് ഫിലിം സംവിധായകനെ പരിചയപ്പെടുത്തുകയാണ്. ഷോർട്ട് ഫിലിമിനെ കുറിച്ചും പ്രതിപാദിക്കുകയാണ്. റോഡുകളിൽ അമിത വേഗവും അശ്രദ്ധ മൂലവും ഉണ്ടാകുന്ന അപകടങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണമായാണ് അതിവേഗം ബഹുദൂരം എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയിരിക്കുന്നത്. വാഹനമോടിക്കുന്നവർ കാണിക്കുന്ന അശ്രദ്ധ എങ്ങനെ അവർക്കും മറ്റുള്ളവർക്കും ഒരു ദുരന്തമായി മാറുന്നു എന്ന് കാണിക്കുകയാണ് ഈ ചിത്രത്തിൽ. ഈ ഷോർട്ട് ഫിലിം എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അശ്രദ്ധയെ പ്രധാന വിഷയമാക്കി അവതരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കാതെ, അത് മൈൻഡ് ചെയ്യാതെ അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ കഥയാണ്. അവരുടെ ഒരു അശ്രദ്ധ മൂലം ഒരു കുടുംബത്തിനും അവർക്കും ഉണ്ടാകുന്ന ദുരന്തങ്ങളെയാണ് ഞാൻ ഈ സിനിമയോടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മെഹബൂബാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വരും കാലഘട്ടത്തിലും കൂടുതൽ പേര് സോഷ്യൽ മീഡിയയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറിലൊക്കെ ഒരു സിനിമ പറഞ്ഞു പോകണ എല്ലാവരും തിരക്കുള്ള ലൈഫാണല്ലോ. അപ്പോൾ അവരൊക്കെ ഈ
കൂടുതൽ പേര് ഇപ്പോൾ ഈവൻ മോഹൻലാൽ വരെ കൊച്ചി മെട്രോ എന്ന പ്രോഗ്രാമായിട്ട് ഷോർട്ട് ഫിലിമുകളിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അത് ആ കൊച്ചി മെട്രോ എന്ന് പറഞ്ഞ ടീം രവീന്ദ്ര സാറാണ് അതിൻ്റെ ഡയറക്ടർ, മോഹൻലാൽ സാറാണ് അതിൻ്റെ ചെയർമാൻ. അവർ നമ്മുടെ പടം അബുദാബിയിൽ പ്രദർശിപ്പിക്കേണ്ടായി. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് പറഞ്ഞത് നല്ല മെസ്സേജുള്ള സിനിമയാണ്, അതുകൊണ്ട് കേരളത്തിലെ എല്ലാ കോളേജുകളിലും നമുക്കിത് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വളരെ പോസിറ്റീവ് എനർജി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. UAE വടക്കാഞ്ചേരി സുഹൃത്ത് സംഗമത്തിന്റെ സഹകരണത്തോടെയാണ് ഈ ഹ്രസ്വചിത്രം നിർമ്മിച്ചത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ഇതിൻ്റെ ഡയറക്ടറായ മിസ്റ്റർ മെഹബൂബ് വന്നിട്ട് ഇതിൻ്റെ ഒരു ത്രെഡ് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സോഷ്യൽ മെസ്സേജ് ഉള്ളതാണ്, ആൾക്കാരുടെ ഇടയിൽ എത്തിക്കേണ്ട ഒരു സംഭവമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മെഹബൂബിൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമ്മുടെ കൂട്ടായ്മ തന്നെ, നമുക്ക് വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം നമ്മുടെ കൂട്ടായ്മ തന്നെ നമുക്കിത് ഏറ്റെടുത്തിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരുപാട് നല്ല ഫീഡ്ബാക്കും നല്ല അഭിപ്രായങ്ങളാണ് ഇത് പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താ പതിവില്ലാതെ ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആണല്ലേ? അതെ, ഇന്നാണ്. ബർത്ത്ഡേ വിഷസ് പറയും. UAE നിരവധി വേദികളിൽ അതിവേഗം ബഹുദൂരം എന്ന ടെലിഫിലിം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സാമൂഹ്യ ബോധവൽക്കരണത്തിനുള്ള മാധ്യമമായി ഈ ചിത്രത്തെ മാറ്റാനാണ് ശ്രമിച്ചതെന്നും അത് വിജയം കണ്ടുവെന്നും അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നു. പല കാര്യങ്ങളും നിസ്സാരമായി കാണുമ്പോഴാണ് പലതും ഗൗരവമായ പിഴവുകളായി പരിണമിക്കുന്നത്. ഉദാഹരണമായി മൊബൈൽ സിം കാർഡുകൾ. സ്വന്തം പേരിൽ സ്വന്തം പാസ്പോർട്ടിൻ്റെയോ അതത് രാജ്യങ്ങളിലെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകളുടെയോ കോപ്പി നൽകിക്കൊണ്ട് വാങ്ങുന്ന സിം കാർഡ് യഥാവിധം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന അപകടം നാം അറിയാതെ പോകുന്നു. മൊബൈൽ സിം കാർഡ് നഷ്ടപ്പെട്ടാൽ അത് ലഭിച്ചയാൾ ഓരോ കുറ്റകൃത്യവും ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഉടമയാവുന്നത്, ഉത്തരവാദികളാവുന്നത് സിം കാർഡിൻ്റെ ഉടമയാണ്. ഭീഷണിപ്പെടുത്തൽ തൊട്ട് രാജ്യദ്രോഹ കുറ്റം വരെ ചില ക്രിമിനലുകൾ ഇത്തരം സിം കാർഡുകൾ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. മറ്റൊരു ഗൾഫ് രാജ്യത്തു നിന്നും കൊണ്ടുവരുന്ന സിം കാർഡിലൂടെയും അവസ്ഥ ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് സിം കാർഡും നഷ്ടപ്പെട്ടാൽ ഉടൻ ബന്ധപ്പെട്ടവരെ അറിയിച്ച് അത് ബ്ലോക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.